ഒന്ന്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്ന് പറയരുത്, മതനിരപേക്ഷ കൺസോൾട്ടേഷൻ എന്ന് രാജേഷ് ഒന്ന് തിരുത്തി പറയുന്ന നന്നാവും. നമ്മുടെ ജനസംഖ്യയിലെ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ മനസ്സാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കും മതരഹിതരായി നിലകൊള്ളുന്നവർക്കും സ്വസ്ഥവും സുഖകരവുമായ അന്തരീക്ഷം സർക്കാരുകൾ സൃഷ്ടിക്കാൻ ഉത്തരവാദിത്തമുള്ളവരാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ രാജേഷെ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന് എഴുതി വച്ചിട്ടുള്ളത്. ആ സെക്യുലറിസത്തെ സ്നേഹിക്കുന്നവർ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിന്നിട്ടുണ്ട്. ആ രാജേഷിന്റെ വിലയിരുത്തൽ ശരി തന്നെയാണ്. അതിൽ ആ മതനിരപേക്ഷ വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും ഇനിയിപ്പോ രാജേഷ് കണക്കെടുന്നത് പോലെ മതത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഹൈന്ദവ മതവിഭാഗത്തിലുള്ളവരാണ്. ഹൈന്ദവ മതവിഭാഗത്തിലുള്ള മതവിശ്വാസികളായവരും ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകൾ ഉൾപ്പെടെ സെക്യുലറിസത്തിന്റെ താല്പര്യത്തിന്റെ ഭാഗമായി ഇത്തവണ സെക്യുലർ കൺസോൾട്ടേഷന്റെ അടുത്തേക്ക് അതിന് രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരും RSS സംഘപരിവാർ നേതാക്കന്മാരും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. രണ്ടാമത്തെ പ്രശ്നം, രാജേഷ് ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. ജൂൺ 21 തന്നെയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ജൂലൈ 21 മാറി. യോഗാ ദിനം ജൂൺ 21 ജൂൺ 21 RSS സ്ഥാപകന്റെ ചരമദിനം. എന്തുകൊണ്ട് അത് രാഷ്ട്രപിതാവിന്റെ ചരമദിനത്തിൽ വെച്ചില്ല? ഉത്തരമില്ല. 2, ആദിത്യനാഥ് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ലോകസഭയിലെ തീപ്പൊരി പ്രാസംഗികൻ പറഞ്ഞു, യോഗയെ എതിർക്കുന്നവർ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണം. അങ്ങനെയാണെങ്കിൽ ശൈലജ ടീച്ചർ ഉടനെ തന്നെ ഒരു ടിക്കറ്റ് എടുത്ത് വേഗം പോകണം. പാകിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയിലേക്ക് പോകാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത് എല്ലാവരും പോകണം. ശ്രീ VT ബലറാം ഇവിടെ പറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നേതാവ് ഉമ്മൻചാണ്ടിയിൽ എടുത്തിട്ടുള്ള നിലപാട് ദുഃഖകരമാണ്.